പള്ളുരുത്തിക്കാരെ സംബന്ധിച്ച് പള്ളുരുത്തിയുടെ പൂരമാണിത്. കാരണം ജാതിഭേദമന്യേ കാരണം എല്ലാ മതസ്ഥരും പള്ളുരുത്തിയുടെ ഈ ഉത്സവ നാളുകൾ ഉത്സവ പൂരം കാത്തിരിക്കുകയാണ് അവർ. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു എന്താ പറയുക, നമ്മളെ ഒരു കുട്ടി ആഘോഷത്തിൻ്റെ സമാപനം. ഇവിടെയുള്ള ദേശവാസികളുടെ ഉത്സവങ്ങളിലേക്ക് എല്ലാം സമാപനമായിട്ടാണ് പള്ളുരുത്തിയെ കാണുന്നത്. പള്ളുരുത്തിയുടെ ഉത്സവം അവർക്കൊരു ഹരം തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവിടുത്തെ പഠിച്ചു വളർന്ന സ്കൂളാണ്. കാരണം ഇവിടെ ജാതി മതഭേദമെന്ന ഈ സ്കൂൾ മണ്ണിലുണ്ട്. ഈ പൂരം കണ്ടു വളർന്നതാണ്. ആ കണ്ടു വളർന്ന പൂരം അവരുടെ ഉള്ളിൽ എന്നും ഒരു നെസ്റ്റാൾജിയ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറിപ്പോയാലും വിവാഹം കഴിച്ചു പോയാലും വിദേശത്തായാലും സ്വദേശത്തായാലും അവിടെ അവധിക്ക് പോയിരിക്കുന്ന ആൾക്കാർക്കും നാട്ടിന് പുറത്തുള്ള ആൾക്കാരും പള്ളുരുത്തിയുടെ ഉത്സവം എന്ന് പറയുമ്പോൾ പൂരത്തിന് ഇവിടെ വെച്ച് കാണും. മറ്റൊരു പ്രത്യേകത, പഴയ കൂട്ടുകാരെ, നഷ്ടപ്പെട്ട കൂട്ടുകാരെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ് പള്ളുരുത്തി. അതിനൊരു പ്രത്യേക വൈബാണ്. കാരണം സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഒരു വൈബ് ഇവിടെ മാത്രമേ ഉള്ളൂ. കാരണം പഴയ കൂട്ടുകാരെയൊക്കെ കാണുക, അതേപോലെ വിവാഹം കഴിച്ചിരിക്കുന്ന ആമ്പിള്ളേര് അവരുടെ വധുപരമാരെ കാണിച്ചു കൊടുക്കും. ഞാൻ പഠിച്ച ക്ലാസ് റൂമാണ്, ഞാൻ പഠിച്ചൊരു മുറിയാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ടീച്ചറാണ്, എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. അതൊക്കെ അവരെ സംബന്ധിച്ച് വരുമ്പോൾ ഒരു നെസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു. കാരണം അവരുടെ ഉള്ളിൽ ആ ക്ലാസ് റൂം തൊടുത്ത് വരുന്നു. അപ്പോൾ ആ ഒരു ഫീല്, കാരണം ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ മറ്റുള്ള ജില്ലകളിൽ നിന്നായിരിക്കും വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വധുവെ വരന്മാരെ കാണിച്ചു കൊടുക്കുക, ഞാൻ പഠിച്ച ക്ലാസ് റൂം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത കുടുംബവുമായിട്ട് വന്നിട്ട് മക്കളെ വരെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും ഞാൻ പഠിച്ച ക്ലാസ്. അതിനൊരു പ്രത്യേകത. ഇപ്പോൾ റിജംബർ വളരെ പ്രധാനപ്പെട്ട പോയിട്ടാ. കാരണം മക്കള്, ഞാൻ പഠിച്ച മോർണിംഗ് സ്കൂളാണ്, ഞാൻ പഠിച്ച വരാന്തയാണ്, ഞാൻ പഠിച്ച ഇതാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫീല് വേറെയാണ്. അതാണ് പള്ളുരുത്തിയുടെ ഉത്സവം, ഒരു പൂരം എന്ന് പറയുന്നത്. ആ പൂരത്തിന് ഇവിടെ നമുക്ക് തന്നെ അറിയാം. അത് തന്നെയാണ് ഈ സ്കൂളിൽ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ ഇതിലേ. കാരണം ജാതിഭേദമേതമെന്ന് എല്ലാവരും ഈ പൂരത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് 2 നോമ്പ് കാലങ്ങളാണ്. കാരണം മുസ്ലിം സമുദായങ്ങൾ പ്രധാന നോമ്പെടുക്കുന്നത് 40 നോമ്പ് നടക്കുന്നു, 50 നോമ്പ് നടക്കുന്നു. ആ നോമ്പ് നടക്കുന്ന സമയത്ത് പോലും പൂരത്തിന് അവരിവിടെ ആ സമയത്ത് വരുന്നു എന്നുള്ളതാണ്. അത് പള്ളുരുത്തിയെ സംബന്ധിച്ച് പള്ളുരുത്തിയുടെ ഒരു ഉത്സവ പൂരം തന്നെയാണ് പള്ളുരുത്തിയെ സംബന്ധിച്ച്. ഈ മെട്രോ 7ന്റെയും KCBയുടെയും പ്രേക്ഷകരോട് ഒരു ഉത്സവാശംസകൾ നേരുക. തീർച്ചയായും മെട്രോ 7 ഇതിൻ്റെ ഇന്നലെ ഞാനിത് കണ്ടിരുന്നു. തീർച്ചയായും ഇവരെ ഈ പ്രാദേശിക ചാനലും അതുപോലെ മറ്റുള്ള ചാനലുകളിലും നമ്മുടെ പൾസ് അറിയാൻ പറ്റുന്ന ഇതേപോലെയുള്ള പൾസ്, പ്രദേശത്തിൻ്റെ പൾസ് അറിയുന്ന സ്റ്റേറ്റ് മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു ഉദ്യമമാണ് ഇത്. ഈ ലൈവ് നിങ്ങൾ നടത്തിയ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം. അതിനെ ടീമിന് മെട്രോ 7ലൂടെ എല്ലാവർക്കും ഉത്സവ ആശംസകൾ നേർന്നു.